നമസ്തേ സുഹൃത്തുക്കളെ, ക്ലാസിക് സ്റ്റോക്ക് ട്രേഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എല്ലാവരും കേട്ടിട്ടുള്ള, എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാകുന്നതുമായെന്ന് കരുതുന്ന ഒരു കാര്യം നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു: ഇന്ത്യൻ ഓഹരി വിപണി. അതെന്താണ്? ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? നിഫ്റ്റി, ബിഎസ്സി തുടങ്ങിയ പദങ്ങളുടെ യഥാർത്ഥ അർത്ഥമെന്താണ്? നമുക്ക് കണ്ടെത്താം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് വാങ്ങുന്നവരും വിൽക്കുന്നവരും കമ്പനികളുടെ ഓഹരികൾ വ്യാപാരം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെ ഒരു വലിയ വിപണിയായി കരുതുക, എന്നാൽ പഴങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ പകരം ആളുകൾ ബിസിനസ്സുകളിൽ ഉടമസ്ഥാവകാശം വാങ്ങുകയാണ്. ഓഹരികൾ വാങ്ങുന്നതിലൂടെ നിങ്ങൾ കമ്പനിയുടെ ഒരു പങ്കാളിയാകുന്നു. കമ്പനി വളരുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തും അങ്ങനെ തന്നെ. ഇന്ത്യയിലെ രണ്ട് പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രധാനമായും രണ്ട് എക്സ്ചേഞ്ചുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്: ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് (ബിഎസ്സി), നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് (എൻഎസ്സി). ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബിഎസ്സി ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 1875-ൽ സ്ഥാപിതമായതും മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമാണ്. ആയിരക്കണക്കിന് കമ്പനികളെ ഇത് ലിസ്റ്റ് ചെയ്യുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻഎസ്സി 1992-ൽ ആരംഭിച്ചു. അതിന്റെ ആധുനിക ഇലക്ട്രോണിക് സംവിധാനവും വലിയ വ്യാപാര വ്യാപ്തവും കാരണം വ്യാപാരികൾക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലായി. നിഫ്റ്റി എന്താണ്? ആളുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും നിഫ്റ്റി എന്ന വാക്ക് കേൾക്കാറുണ്ട്. നിഫ്റ്റി അഥവാ നിഫ്റ്റി 50 13 വ്യത്യസ്ത മേഖലകളിലായി എൻഎസ്സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മികച്ച 50 കമ്പനികളുടെ സൂചികയാണ്. ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ പ്രതിനിധീകരിക്കുന്നു. നിഫ്റ്റി മുകളിലേക്ക് പോയാൽ അതിനർത്ഥം മിക്ക വലിയ കമ്പനികളും നന്നായി പ്രവർത്തിക്കുന്നു എന്നാണ്. അത് താഴേക്ക് പോയാൽ അത് വിപണി ബലഹീനതയെ സൂചിപ്പിക്കുന്നു. സെൻസെക്സ് എന്താണ്? അതുപോലെ ബിഎസ്സിക്ക് സെൻസെക്സ് എന്നൊരു സൂചികയുണ്ട്. അത് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നതിന്റെ ചുരുക്കെഴുത്താണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും വലുതും സജീവമായി വ്യാപാരം നടത്തുന്നതുമായ 30 കമ്പനികളെ ഇത് ട്രാക്ക് ചെയ്യുന്നു. നിഫ്റ്റി പോലെ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ഒരു ബാരോമീറ്ററായി പ്രവർത്തിക്കുന്നു. ഈ സൂചികകൾ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു? നിഫ്റ്റി, സെൻസെക്സ് പോലുള്ള സൂചികകൾ ബെഞ്ച്മാർക്കുകളായി പ്രവർത്തിക്കുന്നു. മൊത്തത്തിലുള്ള വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവ നിക്ഷേപകരോട് പറയുന്നു. ഉദാഹരണത്തിന്, സെൻസെക്സ് ഉയരുകയാണെങ്കിൽ അതിനർത്ഥം നിക്ഷേപകർക്ക് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ ആത്മവിശ്വാസമുണ്ടെന്നാണ്. അത് കുത്തനെ ഇടിയുകയാണെങ്കിൽ അത് സാമ്പത്തിക അല്ലെങ്കിൽ ആഗോള ആശങ്കകളിലേക്ക് വിരൽ ചൂണ്ടാം. സംഗ്രഹിക്കാം: ബിഎസ്സി, എൻഎസ്സി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇന്ത്യൻ ഓഹരി വിപണി പ്രവർത്തിക്കുന്നത്. നിഫ്റ്റി എൻഎസ്സിയിലെ മികച്ച 50 കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നു, അതേസമയം സെൻസെക്സ് ബിഎസ്സിയിലെ മികച്ച 30 കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നു. അവ ഒരുമിച്ച് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു സ്നാപ്ഷോട്ട് നൽകുന്നു.